റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ, റബ്ബനാ അൻസിൽ അലൈഹിം ഖുർആനൻ അല്ല, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ. ആര് പറഞ്ഞു? മാനവ ചരിത്രത്തിന്റെ ദ്വിതീയൻ പറഞ്ഞു. ആരാണ് ദ്വിതീയൻ? സയ്യിദ് ഇബ്രാഹിം. മനുഷ്യകുലം കണ്ട രണ്ടാമത്തെ മഹാൻ, മാനവ കുലത്തിന്റെ ദ്വിതീയൻ, രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? സയ്യിദ് ഇബ്രാഹിം. അവർ ദുആ ചെയ്തു, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. ഒരു റസൂലിനെ ഇവിടെ ചെയ്യണം, ആ റസൂൽ പിന്നെ ഖുർആൻ ഓതി കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റിയും ദ്വിതീയനായ സയ്യിദ് ഇബ്രാഹിം ഈ മഹാൻ ജനിക്കുന്നതിന് 2500 കൊല്ലം മുമ്പ് വാർന്നതും ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാ? മുഹമ്മദ് മുസ്തഫയാണ് ആദ്യം കിട്ടേണ്ടത്. ഇല്ലെങ്കിലോ പേച്ചവും. ഒരു സ്വഹാബി പേച്ചില്ല. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞു കൊടുത്തത് ആരാണ്? അള്ളാന്റെ റസൂല്. ഒരു പേച്ചില്ല. ഇന്ന് ഖുർആൻ കേൾക്കുന്നവരൊക്കെ പേക്കാണ്. എന്റെ ഈ അന്തല്ലാത്ത കുറച്ച് മൗലിയന്മാരും മൗലവിമാരും ഇന്നെപ്പോലത്തെ അന്തല്ലാത്തവരെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പേക്കും. ഖുർആനിൽ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ല. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ കൂട്ടത്തിൽ ഒരു മുഅ്തസിലില്ല, ഒരു ഖദരിയില്ല, ഒരു ഷിയല്ല, ഒന്നുമില്ല. അവരൊക്കെ ആരാ? അവരാണ് സുന്നികൾ. മുഹമ്മദ് ഫിഅലുൽ ഹംദി മിൻ ഹംദി അഹ്മദി. അല്ലാഹ് നബിക്ക് മതിയല്ലോ മദ്ഹൻ മദ്ഹായിട്ട് നബിയുടെ തടി തന്നെയും വസിഫാത്തു നബിയുടെ വിശേഷണങ്ങൾ തന്നെയും. മുഹമ്മദ് എന്ന ആളുടെ തടി തന്നെ മദ്ഹാണ്. ആ മുഹമ്മദ് മുസ്തഫാന്റെ വിശേഷണം ഒക്കെ മദ്ഹാണ്. നിങ്ങൾ ആരും പറയണ്ട, നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും ആ മനുഷ്യന്റെ ശരീരം തന്നെ മദ്ഹാണ്. ويكفيه مدحا يا الله يا رسول 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 الله. ഇതോടൊക്കെ നമ്മൾ പോയെന്ന് കുട്ടികളെ, നമ്മളെ ഈമാൻ ആഴം നഷ്ടപ്പെട്ടു. നമ്മൾ പുതിയ കാലത്തേക്ക് വന്നപ്പോൾ ഇതേപോലെയാണ് മുൻഗാമികൾ വിശ്വസിച്ചിരുന്നത്. അവർക്ക് വിവരം കുറവാണ്, ഈമാൻ കൂടുതലാണ്. നമുക്ക് ഡാറ്റാസ് ഉണ്ട്, ഡാറ്റാസാണല്ലോ വിവരം, ഈമാനില്ല. ويكفيه مدحا ذاته وصفاته محمد فعل الحمد من حمد أحمد أحمدي. ويكفيه نبيك മതിയല്ലോ മദ്ഹൻ മദ്ഹിനാൽ നബിക്ക് മതിയല്ലോ. ذاته അവിടുത്തെ ശരീരവും വസിഫാത്തു അവിടുത്തെ വിശേഷണങ്ങളും നബിക്ക് മതി. ആ തടി തന്നെ മദ്ഹാണ്, അവിടുത്തെ ഇസ്മ മദ്ഹാണ്, എല്ലാം മദ്ഹാണ്. ഇന്നത്തെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മുഹമ്മദ് എന്ന് പേര് വെച്ച ആളാരാ? ഇന്നത്തെ നോക്ക്. ഞാൻ ഈ താഴേക്ക് നോക്കണമെന്ന് പറയുമ്പോഴെല്ലാം താഴത്തേക്ക് നോക്കരുത്. മുഹമ്മദ് എന്ന് പേര് വെച്ച ആളാരാ? മുഹമ്മദ് എന്ന് മുസ്തഫായ നബിക്ക് പേര് വെച്ച ആളാരാ? അല്ലാഹു. കാരണം അവൻ്റെ അസലിയായ കലാമിൽ പലതവണ ആ പേര് പറഞ്ഞു. ആ പേരിൽ ഒരു സൂറത്തുമുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്ന് ആദ്യം നിശ്ചയിച്ചുറപ്പിച്ച ആളാരാ? അല്ലാഹു. എന്താ അതിൻ്റെ അർത്ഥം? ഐക്യനാഥ് സഭ കൂടി പറഞ്ഞല്ല ഇയാളെ പ്രശംസിക്കണമെന്ന്. ഇയാളെ എന്താ അതിൻ്റെ അർത്ഥം? മുഹമ്മദ് പ്രശംസിക്കപ്പെടേണ്ട വ്യക്തി. فبأي شيء يتعلق الحمد به بروحه وبجسده وبصفاته وبأحواله وبحركاته وبسكناته فبكله فهو محمد. يا الله. وليس فيه شيء إلا أن يحمد حتى ربه سماه محمد. على أي شيء نحمده بكل شيء. നമ്മളെ പേര് മുഹമ്മദ് അല്ല, നമ്മളെ പേര് മുഹമ്മദ് അല്ല, നമ്മൾക്ക് തബറുക്കിന് പേര് വെച്ചതാണ്. നമ്മളെ ബാപ്പ തബറുക്കിന് നമുക്ക് പേര് വെച്ചതാണ്. എന്ത് പറയേ? ഇത് അള്ളാഹു പേര് വെച്ച. എന്താ പേരിൻ്റെ അർത്ഥം? മുഹമ്മദ്. എന്താ അർത്ഥം?
ഹഖ്ഖുൻ അലൈഹി അൻ യുഹ്മദ, ആ മനുഷ്യനെ പ്രശംസിക്കപ്പെടൽ ബാധ്യതയാണ്. ആർക്ക്? ഹത്താ ലഹു വലിജമീഇൽ കായിനാത്തി ഹത്താ റബ്ബുഹു അസ്നാ അലൈഹി, റബ്ബുഹു അസ്നാ അലൈഹി ഫഹുവ മുഹമ്മദ് മിൻ സനാഇ മിൻ ജിഹത്തി സനാഇ റബ്ബിഹി വഹുവ മുഹമ്മദ്. മനസ്സിലായില്ല? റബ്ബ് ആ മനുഷ്യന് പേരിച്ചു, റബ്ബ് പ്രശംസിക്കുകയും ചെയ്തു. അപ്പൊ റബ്ബിന്റെ കൽപ്പനയിലും ഈ മനുഷ്യൻ മുഹമ്മദാണ്, കർമ്മത്തിലും ഈ മനുഷ്യൻ മുഹമ്മദാണ്. ഫലിജമീഇൽ കായിനാത്തി ഹഖ്ഖുൻ അൻ യുഹ്മദ ലിഅന്നഹു സമ്മാഹു റബ്ബുഹു ഹഖ്ഖുൻ അൻ യുഹ്മദ ഫലിദാലിക ഫഹുവ സാറ മുഹമ്മദൻ. അപ്പൊ ഈ മനുഷ്യനിൽ ഒന്നുമില്ല, ഹംദ് ചെയ്യപ്പെടാത്ത ഒന്നുമില്ല. കൊമ്പ് വെച്ചിട്ട് ചോര പുറത്തെടുത്തു. ഒരു ശരീരത്തിൽ കൊമ്പ് വെക്കുമ്പോൾ മോശപ്പെട്ട ചോര പുറത്തു വരിക. ആ മോശപ്പെട്ട ചോര പുറത്തു വന്നപ്പോൾ അതൊരു സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു, കൊണ്ടുപോയി ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ആ പാത്രം കൊണ്ടുപോയി ഫലമ്മാ ഗാബ അൻ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശരിബഹു, അപ്പുറത്തേക്ക് മാറിയപ്പോൾ ആ ചോരന് കുടിച്ചു. അപ്പോൾ റസൂലുള്ളാഹിനോട് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എവിടെ? അപ്പോൾ നബിയെ, ഞാനത് ഇനി തിരിച്ചെടുക്കാൻ കിട്ടാത്തൊരു പാത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം നബിക്ക് മനസ്സിലായി, ഉപരണ്ടായി കുടിച്ചു. അപ്പം ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി നീ പരീക്ഷണത്തിന് തയ്യാറായിക്കോ. എൻ്റെ രക്തം ഒരാളിൽ പ്രവേശിച്ചാൽ അയാൾക്ക് പരീക്ഷണമുണ്ടാവും. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക അമ്പിയാക്കളാണ്, ഞാൻ അമ്പിയാക്കളുടെ നേതാവാണ്. അത് ഹറാമായി എന്ന് പറഞ്ഞല്ല, ഒരാൾ ചോര കുടിക്കൽ ഹറാമാണ്, ഇതും ഹംദാണ്. ഉർവ വരുമ്പോൾ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളൂ, അതായത് റസൂലുള്ള വുളു എടുക്കുന്നതിൻ്റെ താഴെ കൈ കാണിച്ചിരിക്കുക. ഖുറൈശികളിൽ നിന്ന് ഒരാൾ മദ്യം പറയാൻ വേണ്ടി വരിക. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സ്വഹാബികൾ എന്ത് ചെയ്യാണ്? സ്വഹാബികൾ കൈ കാണിച്ചിരിക്കുക. അങ്ങനെ فما أصابه من وضوء النبي صلى الله عليه وسلم تسامح به جسده. അവളു ചെയ്തപ്പോൾ ആർക്കെല്ലാം ആ വെള്ളത്തിന്റെ ഒരു കഷ്ണം കിട്ടിയോ അത് അപ്പം തന്നെ ഇങ്ങനെ തേക്കും. എന്നാ നബി അവരെ ഓടിക്കുന്നുണ്ടോ? ഇല്ല. അവരെല്ലാം ഭയങ്കര തിരക്കില, ധൃതി പിടിച്ച് നിന്ന് തിരക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, തർക്കമില്ല. എന്നിട്ട് തേച്ചു. വമൻ ലം യുസിബുഹു അഖദ മിൻ ബലലി സ്വാഹിബിഹി, കിട്ടാത്തോരോ കിട്ടിയോരോ നനവത്തി തേച്ചു. കുറെ കഴിഞ്ഞപ്പോൾ നബിന്റെ ഉളു കഴിഞ്ഞു, പിന്നെ വെള്ളം കിട്ടൂലല്ലോ. അപ്പൊ ചിലർ എന്ത് ചെയ്തു? അവർ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാലും പിന്നെ എന്തുണ്ട് എന്തുണ്ടല്ലോ, ഒരു നനവില്ലേ? തന്റെ കൂട്ടുകാരന്റെ കയ്യിന്റെ നനവെടുത്ത് തേച്ചു. ചിന്തിക്ക്. അപ്പൊ ഒരു മനുഷ്യന്റെ വിയർപ്പ് കഴുകിയ വെള്ളം, വിയർപ്പോ അങ്ങനെ തന്നെ കുടിച്ചു. എന്താണ്? അങ്ങനെയാണ്. ആ മനുഷ്യനിൽ സനാ ചെയ്യാത്തൊന്നുമില്ല. തന്നെ സനാ, വസ്തു സനാ, ഒക്കെ സനാ. മനസ്സിലായില്ല? എന്തുകൊണ്ട്? ഈ മനുഷ്യൻ മുഹമ്മദാണ്. പറ, ഒക്കെ പറ, മുഹമ്മദാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നോക്ക്. അപ്പോൾ മുഹമ്മദ് 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 നോക്ക്, മുഹമ്മദ്. അപ്പൊ ഈ ആളെ പേരെന്താ? പറ, എന്താ പേര്? പറ, എന്താ പേര്? മുഹമ്മദ്. അപ്പൊ അല്ലാഹു തആല സൃഷ്ടികളുടെ മേൽ ഹക്കാക്കി എന്ത്? ഹംദ് ചെയ്യൽ അല്ലേ? അള്ളാഹു സൃഷ്ടികളുടെ മേൽ ബാധ്യതയാക്കി ഈ മനുഷ്യന്റെ മേൽ എന്ത് ചെയ്യൽ? പറ, എന്തായിരുന്നു ഉറങ്ങണ രാവിലെ തന്നെ? ഈ മനുഷ്യന്റെ മേൽ ഹംദ് ചെയ്യൽ അള്ളാഹു സൃഷ്ടികളുടെ മേൽ ബാധ്യതയാക്കിയില്ലേ? പറയാ, ബാധ്യതയാക്കിയില്ലേ? ശരി, ആരാ ബാധ്യതയാക്കിയത്? അപ്പോൾ ഈ ഹംദ് നമ്മൾ, അപ്പൊ ഈ മനുഷ്യനെ ഹംദ് ചെയ്താൽ സത്യത്തിൽ ഈ ഹംദ് ആർക്കാ? അള്ളാഹുവിനാണ്. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ.
അള്ളാഹുവിന് വേണ്ടിയുള്ള എല്ലാ ഹംദും, മുഹമ്മദിന് ഹംദ് ചെയ്യുന്നതും ആർക്ക് വേണ്ടിയാണ്? അല്ലാഹ്. അപ്പൊ ഈ മൗലൂദ് മാത്രം ഓതിയാലും മീസാൻ അറിയും. അല്ലാന്ന് പറയാൻ തന്തക്ക് സ്ഥിരമുള്ളൊരു വരി അല്ലാന്ന് പറയാൻ. മൗലൂദ് ഓതിയാൽ മീസാൻ അറിയും. കാരണം ഇവിടെ ഹംദ് ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹു അമറ ലിഇബാദിഹി അൻ യഹ്മദു മുഹമ്മദൻ ഫലിദാ അൽ ഖൽഖു ഹമിദു മുഹമ്മദൻ ലിഅംരിഹി ബിൽഹംദി ലഹു. അപ്പോൾ ഈ ഹംദ് അൽഹംദുലില്ലാഹ്, ഈ ഹംദ് ആർക്ക് വേണ്ടിയാ? ഈ ഹംദ് ആർക്ക് വേണ്ടിയാ? അങ്ങനെ അർത്ഥം വെക്ക. ജോലി ചാറും ഒരു ചോറും കൊണ്ട് ഇറക്കണ്ട. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയുള്ള എല്ലാ ഹംദും തംലഉൽ മീസാൻ. അങ്ങനെ അല്ലാന്ന് ഏത് വാപ്പേടാ പറയാനുള്ളത്? അതിന്റെ അർത്ഥം അതല്ല. പാരേടാ ആണുങ്ങളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. നിനക്ക് എന്ത് കൽബിന് വേണം? എന്റെ റബ്ബിന്റെ കൽപ്പന കൊണ്ടാണ് ഞാൻ മുഹമ്മദ് മുസ്തഫയെ ഹംദ് ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടെ നീ ഹംദ് ചെയ്താൽ നിന്റെ മീസാൻ നടക്കും. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? അല്ലാഹുവിന് വേണ്ടിയുള്ള ഹംദ് തംലഉൽ മീസാൻ, മീസാൻ നടക്കും. പറയാ നിങ്ങളാരാണ്? ഞാൻ റഹ്മത്തുള്ളാഹ. അർത്ഥം വെക്ക്. ഇതതിനർത്ഥമല്ല എന്ന് പറയാൻ ആണുങ്ങളുണ്ടെങ്കിൽ വരി. അപ്പൊ ഈ മങ്കൂസോടി എന്ത് നടക്കും? സുബ്ഹാൻ പറയാ ചങ്ങാതി. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا توسل به. ഇത് മനസ്സിലായില്ലേ? ഇത് ഹംദാണ്. ആർക്കുള്ള? ഇത് ഹംദാണ്. ആർക്കുള്ള? മുഹമ്മദ് മുസ്തഫയെ ഹംദ് ചെയ്യാണ്. ആർക്ക് വേണ്ടി? ലില്ലാഹ്. എന്റെ UDF-ന്റെ നേതാവിനെയും LDF-ന്റെ നേതാവിനെയും എന്റെ രാഷ്ട്രീയക്കാരൻ നേതാവിനെയും ഹംദ് ചെയ്യണം അള്ളാഹ്ക്ക് വേണ്ടിയല്ല. റസൂലുള്ളാഹിനെ ഹംദ് ചെയ്യണത് അള്ളാഹ്ക്ക് വേണ്ടി. കാരണം അള്ളാഹു ആ മനുഷ്യന് മേൽ എന്ത് പേര് കൊടുത്തിട്ടുണ്ട്? മുഹമ്മദ് എന്ന്. ഇനി നമ്മൾക്ക് ഹംദ് ചെയ്യൽ വാജിബാണ്. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടിയുള്ള ഹംദ് തംലഉൽ മീസാൻ. എന്തിനെ നടക്കും? മീസാൻ നടക്കും. അൽഹംദുലില്ലാഹ് ഹംദുല്ലാഹി തംലഉൽ മീസാൻ എന്ന് പറഞ്ഞൂടാനോ? അങ്ങനെ പറയാലോ മുസ്തഫ നബിക്ക്. ഹംദുല്ലാഹി തംലഉൽ മീസാൻ, അല്ലാഹുവിനെ ഹംദ് ചെയ്യൽ തംലഉൽ മീസാൻ. അങ്ങനെ പറയാലോ? അങ്ങനെയല്ലല്ലേ പറഞ്ഞു? അൽഹംദു, ഹംദ് ആർക്ക് വേണ്ടി? ലില്ലാഹ്. ഇവിടെ ലില്ലയാണ്. കാരണം ഈ ആൾക്ക് ഹംദ് ചെയ്യപ്പെടേണ്ടവന് പേര് വെച്ചത് ആർക്കാണ് എന്ന്. അൽഹംദുലില്ലാഹ് തുടക്കത്തിലെ വാക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ്. ഏത് ഹംദും അള്ളാഹുവിനാണ്. നീ അള്ളാഹുവിനെ പ്രശംസിച്ചാലും അള്ളാഹ് ഹംദ് ചെയ്യാൻ ഏർപ്പെടുത്തിയവനെ പ്രശംസിച്ചാലും അതൊക്കെ ആർക്ക് തന്നെയാണ്? അള്ളാഹ്ക്കാണ്. അവൻ റബ്ബുൽ ആലമീനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി വേറെ ഇല്ല. അങ്ങനെ നബി വേറെ ഇല്ല. അല്ലാഹ് ആ നബിയുടെ കൂടെ നാളെ അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ. അള്ളാഹു ആ നബിയുടെ കൂടെ നമ്മളെ ആക്കി തരട്ടെ. മനുഷ്യന്മാരെ, നിങ്ങൾ എന്തെങ്കിലും നിസ്സാരപ്പെട്ട കുശുംബം കൊണ്ട് നടക്കണ്ട. കാര്യം മനസ്സിലാക്കിക്കോളി. ഒക്കെ ഇതെല്ലാം മീസാൻ നടക്കും. മങ്കൂസോദിയ മീസാൻ അറിയും. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. എന്തോ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഹംദാണത്. എന്തുകൊണ്ട്? ലഅന്ന റബ്ബനാ സുബ്ഹാനഹു വതആല അമറനാ ബിസ്സനാഇ വബിൽഹംദി അലൈഹി അല്ലാഹു സമ്മാ ലിഅബ്ദിഹി മുഹമ്മദൻ فحق فأمر فواجب على عباده أن يحمدوا محمدا لأنه سماه ربه محمدا. سبحان الله. فأثنى عليه ربنا بكلامه فعيا بليغا بليغ دونه يد مسندي ويكفيه مدحا ذاته وصفاته. മുഹമ്മദ് ഫിഅലുൽ ഹംദി. മുഹമ്മദ് എന്നത് ഹംദിന്റെ ഫിഅലാണ്,
ചെയ്യപ്പെടേണ്ട ഒരു ഹംദാണ് മുഹമ്മദ്. എന്തുകൊണ്ട്? മിൻ ഹംദി അഹ്മദി, അല്ലാഹുവിനെ ആദ്യം സ്തുതിച്ച ആളാണ് അഹ്മദ് എന്ന ആ ഒരു കർമ്മത്താൽ. അല്ലാഹുവിനെ ഏറ്റവും സ്തുതിച്ച ആളും ഈ മനുഷ്യനാണ് എന്ന ആ മനുഷ്യന്റെ കർമ്മത്താൽ അല്ലാഹു മറ്റു സൃഷ്ടികളുടെ മേൽ കർമ്മമാക്കിയതാണ് മുഹമ്മദ്. അർത്ഥം ശരിക്കും നോക്കിക്കോ, അർത്ഥം ശരിക്കും നോക്കിക്കോ. മുഹമ്മദ് ഫിഅലുൽ ഹംദി, മുഹമ്മദ് എന്നത് ഫിഅലുൽ ഹംദി, ഹംദിന്റെ ഫിഅലാണ്. അഥവാ സൃഷ്ടികളെല്ലാം ഈ വ്യക്തിക്ക് സമർപ്പിക്കേണ്ട കർമ്മമാണ് മുഹമ്മദിയത്ത്. ഈ മനുഷ്യനെ പ്രശംസിക്കൽ അതെങ്ങനെ ഈ മനുഷ്യന് കിട്ടി? മിൻ ഫിഅലി അഹ്മദി മിൻ ഹംദി അഹ്മദി, അഹ്മദി എന്ന ആളുടെ ഹംദിനാൽ. അഹ്മദ് എന്ത് ചെയ്തു? ഫസാബിഖും മിൻ ഖൽഖിഹി അവ്വൽ മൻ സബഖ ബിൽ ഹംദി അലാ റബ്ബിഹി മുഹമ്മദ് ഫസാറ അഹ്മദ. ആദ്യമായി അല്ലാഹുവിനെ സ്തുതിച്ചത് മുഹമ്മദ് മുസ്തഫ ആയതുകൊണ്ട് ആ മനുഷ്യന് കിട്ടിയ പേരാണ് എന്ത്? അഹ്മദ്. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന ആദ്യം സ്തുതിച്ചുകൊണ്ട് ഇയാൾ നിങ്ങൾ സ്തുതിക്കണം. അപ്പൊ ഇയാൾ ആരായി? മുഹമ്മദായി. മനസ്സിലായില്ല? അള്ളാഹു ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ ഹംദി ചെയ്യാൻ വേണ്ടി സൃഷ്ടികളോട് പറഞ്ഞു. ആദ്യം അള്ളാഹു സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആദ്യം ഹംദിയത് നൂറുൽ മുഹമ്മദി, മുഹമ്മദി പ്രകാശമാണ്. അപ്പോൾ ബാക്കിയുള്ള സൃഷ്ടികൾക്ക് മുഴുവനും ഈ മനുഷ്യന് അള്ളാഹ് അവാർഡ് കൊടുത്തു. ആ അവാർഡാണ് എന്ത്? ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളെല്ലാം ഈ മനുഷ്യനെ ഇത് ജയിച്ച പാർട്ടിയാണ്. മേശറി പോയി ജയിച്ച പാർട്ടിയാക്കാൻ നിൽക്കുന്നത്, ഇവിടുന്ന് തന്നെ ജയിച്ച പാർട്ടിയൊക്കെയാണ്. മനസ്സിലായില്ല? ചില ആളുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മുക്കി മൂളി നടക്കും. UDF ആണെന്ന് പറയില്ല, LDF ആണെന്ന് പറയില്ല. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ UDF ആണെന്ന് പറയും, അല്ലെങ്കിൽ LDF ആണെന്ന് പറയും. അങ്ങനത്തെ ആളുകളുണ്ട്. അല്ലാത്ത കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ രണ്ടു സ്ഥലത്തൊന്നും മറ്റേ സ്ലിപ്പോ. മനസ്സിലായില്ല? LDFന്റെ അവിടുന്ന് സ്ലിപ്പ് വാങ്ങും, UDFന്റെ അവിടുന്ന് സ്ലിപ്പ് വാങ്ങും. കുത്തി വന്നതിന് ശേഷം രണ്ടൂട്ടര ചായയും ഉണ്ടയും അതും തിന്നു. ആരാ ജയിച്ചേ അതിൻ്റെ ഒപ്പം നോക്കും. അതുകൊണ്ടല്ലേ നമ്മൾ വോട്ട് ചെയ്തതെന്ന് അറിയും. വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ വോട്ട് അസാധുമായിരിക്കും, ചിലപ്പം വെറുതെ പോയി പോകുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കും. അപ്പൊ അവിടുന്ന് നിൽക്കണ്ട, ഇവിടെ തന്നെ ഇപ്പൊ തന്നെ നേതാവിനാണ് അംഗീകരിച്ചാളാ. മനസ്സിലായോ? ആ ആള് അവാർഡ് കിട്ടിയ ഒരാളെ കൂടെ നിൽക്കുക. ആ ആളാരാ? മുഹമ്മദ് മുസ്തഫ. ഇനി ആ വ്യക്തിയെ ഈ ഒരു അവാർഡ് കൊടുത്താളാ. ഇങ്ങനെ ഉണ്ടല്ലോ, ഒരാൾക്ക് അവാർഡ് കിട്ടിയാൽ പിന്നെ കുറേ ആളുകൾ പൊന്നാടാണ് നീക്കും. ഇതിപ്പോൾ ഇരിക്കമുണ്ടാണ്, തോർത്തുമുണ്ടാണ് ഈ പൊന്നാട. ലക്കാലം വരെ ഒരു പൊന്നാട പോലും പൊന്നുണ്ടായിട്ടില്ല. 15 റുപ്യേൻ്റെ തോർത്തുമുണ്ട് കൗത്തുകൂടി ഇട്ട് കൊടുത്താലും ആ നേതാവ് അക്കൂട്ടത്തിലായി അംഗീകരിക്കും. അതാ അതിൽപ്പെട്ട ആളാണ്. 15 റുപ്യേൻ്റെ തോർത്തുമുണ്ട് വാങ്ങി കൗത്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നാലും എന്നെ ആ കൂട്ടത്തിൽ കൂട്ടും. അത് എന്നതുപോലെ ഇത് എന്ത് ചെയ്താളാ? റസൂലുള്ളാഹിക്ക് ഒരു ഹംദ് ചെയ്താളാ. അത് ജയിച്ച പാർട്ടിയുടെ കൂട്ടത്തിൽ കൂടിക്കോ, തോറ്റിൻ്റെ ഇബിലീസിൻ്റെ കൂട്ടത്തിൽ കൂടണ്ട. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇബിലീസ് എന്ന് പറഞ്ഞാൽ 4 സ്ഥലത്താണ് ഇബിലീസ് കരഞ്ഞത്. ഒന്ന് ലമ്മ ഉലിദ മുഹമ്മദ് മുസ്തഫാനെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഇബിലീസ് കരഞ്ഞുപോയി. അവൻ്റെ വിളവ് അവസാനിച്ചു, അവൻ്റെ വിളവ് കഴിഞ്ഞു. ഇനി നടക്കൂല. ഫാത്തിഹ ഇറക്കപ്പെട്ടപ്പോൾ കരഞ്ഞു. മനസ്സിലായില്ലേ? പറഞ്ഞു ഒരു സ്ഥലമാണ് മുഹമ്മദ് മുസ്തഫയെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് കരഞ്ഞു, പൊട്ടി കരഞ്ഞു. ഇനി നമ്മളെ വിളവ് നടക്കൂല. അപ്പോൾ പലരും ഓടി ഇബ്ലീസിന്റെ ചങ്ങായിമാർ, എന്തിനാണ് ഞങ്ങളെ നേതാവ് ഇങ്ങനെ കരയണത്? അപ്പോൾ അവർക്ക് എന്തായാലും എന്തിനാണ് ഈ കരയണമെന്ന് മനസ്സിലായില്ല. ഒരു 4 ഭാഗത്തും പാഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ബുർദയിലൊരു വാക്ക്, ബുർദയിലുണ്ട് ഓക്കെ. എല്ലാവരും 4 ഭാഗത്തും പാഞ്ഞു. ചിലർക്ക് മനസ്സിലായി മുഹമ്മദ് മുസ്തഫ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനിയൊന്നും നടക്കൂല. അപ്പൊ എന്നതുപോലെ അള്ളാഹു റസൂൽ ഇതിന്നൊരു ആശയം കിട്ടുമല്ലോ. എന്ത്? ഇതൊക്കെ ആയിരക്കണക്കായ കിതാബിലുണ്ട്. റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിൻ്റെ എതിരാളികൾക്ക്
സന്തോഷമാണ്, ഇബ്ലീസിൻ്റെ ആളുകൾക്ക് അത് വിഷമാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. റബീഉൽ അവ്വൽ മാസം വരുന്നതോട് മുഅ്മിനീങ്ങൾക്കൊരു സന്തോഷമാണ്, മറ്റവർക്കൊക്കെ. അതിന് റബീഉൽ അവ്വൽ പിറന്നു എന്ന് കണ്ടാൽ തന്നെ പെരയിലിരുന്ന മക്കളോട് പറഞ്ഞപ്പോൾ ഒരു മാസം മനുഷ്യന് സ്വൈരത്തിൽ നടക്കാൻ കഴിയൂല എന്ന് ആ വഹാബി പെരയിൽ പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. നമുക്ക് അങ്ങനെയല്ലേ സന്തോഷം, എല്ലാം സന്തോഷം. റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടു, റമളാനേക്കാൾ സന്തോഷമാണ് റബീഉൽ അവ്വൽ. അങ്ങനെ ആകണം. റമളാൻ എന്നല്ല സന്തോഷം, റമളാനേക്കാൾ സന്തോഷം റബീഉൽ അവ്വലിൻ്റെ. റബീഉൽ അവ്വൽ 3, റബീഉൽ അവ്വൽ 3, റബീഉൽ അവ്വൽ 3 റമളാൻ 9 അല്ലേ? 9 3 ചാടണ്ട, 3 9 അടിക്കോ. എന്തേ അള്ളാഹു തആലക്ക് വളരെ മാറ്റിക്കൂടെ? എന്തേ അള്ളാഹു തആലക്ക് മുഹറം, സഫർ, റമളാൻ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റബീഉൽ അവ്വൽ, ശവ്വാൽ, മൂന്നാണോ? എന്ത് റസൂലുള്ള 3 മൂന്നാമത്തെ മാസമാണ്. റമളാനോ 9. എന്താ റമളാൻ പ്രത്യേകത? ശഹ്റു റമളാൻ അല്ലദീ ലിഅയ്യിൻ ഉൻസില ലിമൻ ഉൻസില ലിറബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിനെ അല്ലാഹു തആല ഇറക്കി കൊടുത്താണ് റമളാൻ. മനസ്സിലായില്ല? ആർക്കാണ് ഇറക്കി കൊടുത്ത്? റബീഉൽ അവ്വലിനെ ഇറക്കി കൊടുത്തു. റമളാനോ? റമളാനെ ഇറക്കി കൊടുത്തു. ആരിറക്കി കൊടുത്തു? ആർക്കിറക്കി കൊടുത്തു? റമളാനെ അള്ളാഹ് ഇറക്കി കൊടുത്തു. ആർക്ക്? റബീഉൽ അവ്വലിനെ കൈക്ക് ഇറക്കി കൊടുത്തു. അങ്ങനെ തന്നെയല്ലേ? ആദ്യത് ഏറ്റെടുക്കാനുള്ള കൈ ഇവിടെ വേണമല്ലോ. ഖുർആൻ ഏറ്റെടുക്കാനുള്ള കൈയാണ് എന്ത്? റബീഉൽ അവ്വൽ. റമളാനോ? റമളാൻ പിന്നെ റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ, റബ്ബനാ അൻസിൽ അലൈഹിം ഖുർആനൻ അല്ല, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ. ആര് പറഞ്ഞു? മാനവ ചരിത്രത്തിന്റെ ദ്വിതീയൻ പറഞ്ഞു. ആരാണ് ദ്വിതീയൻ? സയ്യിദ് ഇബ്രാഹിം. മനുഷ്യകുലം കണ്ട രണ്ടാമത്തെ മഹാൻ, മാനവകുലത്തിന്റെ ദ്വിതീയൻ, രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? സയ്യിദ് ഇബ്രാഹിം. അവർ ദുആ ചെയ്തു, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. ഒരു റസൂലിനെ ഇവിടെ അയച്ചു, ആ റസൂൽ പിന്നെ ഖുർആൻ ഓതി കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റിയും ദ്വിതീയനായ സയ്യിദ് ഇബ്രാഹിം ഈ മഹാൻ ജനിക്കുന്നതിന് 2500 കൊല്ലം മുമ്പ് വാർന്നതും ആർക്ക് വേണ്ടിയാണ്? മുഹമ്മദ്. പറയാ ആർക്ക് വേണ്ടിയാ? മുഹമ്മദ് മുസ്തഫയാണ് ആദ്യം കിട്ടേണ്ടത്. ഇല്ലെങ്കിലോ പേച്ചവും. ഒരു സ്വഹാബി പേച്ചില്ല. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞു കൊടുത്തത് ആരാണ്? അള്ളാന്റെ റസൂല്. ഒരു പേച്ചില്ല. ഇന്ന് ഖുർആൻ കേൾക്കുന്നവരൊക്കെ പേക്കാണ്. എന്റെ ഈ അന്തല്ലാത്ത കുറച്ച് മൗലിയന്മാരും മൗലവിമാരും അത് ഇന്നെപ്പോലത്തെ അന്തല്ലാത്തവരാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പേക്കും. ഖുർആനൊരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമല്ല. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ കൂട്ടത്തിൽ ഒരു മുഅ്തസിലില്ല, ഒരു ഖദരിയില്ല, ഒരു ഷിയല്ല, ഒന്നുമില്ല. ഒരൊക്കെ ആരാ? അവരാണ് സുന്നികൾ. എന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിയർപ്പ് പാത്തൊക്കെയാണ് എന്റെ കുട്ടിയൊക്കെ തേച്ചു കൊടുക്കാൻ. ഒരു മനുഷ്യന്റെ വിയർപ്പിനെ കുട്ടികൾക്ക് ബർക്കത്തിന് വേണ്ടി വെക്കൽ ആരുടെ സ്വഭാവ? വഹാബിന്റെ സ്വഭാവോ ജമാഅത്തിന്റെ സ്വഭാവോ? ആ സ്വഭാവ പറയണ ചങ്ങായി. സുന്നിയുടെ സ്വഭാവം ചങ്ങായി. എല്ലാ സ്വഹാബിയും സുന്നി ചങ്ങായി. എന്തല്ലാത്തോനെ സുന്നി അല്ലാത്തൊരു സ്വഹാബില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇതാണ് സുന്നി, അതാണ് സുന്നി. നിസ്കാരത്തിലൊന്നും ആർക്ക് വ്യത്യാസമല്ല. വ്യത്യാസം ബർക്കത്ത് ആഗ്രഹിക്കുന്നിടത്താണ്. ഇത് ഞങ്ങളെ ഏറ്റവും നല്ല സുഗന്ധമാണ്. ആര് പറഞ്ഞു? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. ഇത് ഞങ്ങളെ ഏറ്റവും വലിയ സുഗന്ധമാണ്. ഇതെന്താ സാധനം? പറതെന്താ സാധനം? വിയർപ്പ്. ഒരു വിയർപ്പ്. ആ വിയർപ്പാണ് നീ സുഗന്ധം മാത്രമാണോ? അല്ല. ഞങ്ങളെ കുട്ടികൾക്ക് ഏറ്റവും വലിയ ബറക്കത്ത് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് സുന്നിയുടെ സ്വഭാവമാണല്ലോ. അപ്പൊ ഒരു വഹാബിയും ആരെ കൂട്ടത്തിലില്ല?
സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു വഹാബിയില്ല, ഒരൊറ്റ വഹാബിയില്ല, ഒക്കെ സുന്നിയാണ്. എന്തുകൊണ്ട്? അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്ത ആരാ? റസൂലാണ്. പേക്കൂല. മറ്റവരൊക്കെ പേച്ചു. എന്ത്? റസൂലിനെ അവർ പരിഗണിച്ചില്ല, ഖുർആനെ പരിഗണിച്ചു. ഖുർആനെ അവർ പരിഗണിച്ച്, ഖുർആനെ പരിഗണിച്ചാലൊക്കെ പേക്കും, റസൂലിനെ പരിഗണിച്ച ഒന്നും പേക്കൂല. ഖുർആൻ തന്നെ പറഞ്ഞു ബിഹി കസീറൻ. നീ ഖുർആൻ പരിഗണിക്കണേ, ആരിലൂടെ പരിഗണിക്കണം? ആരിലൂടെ പരിഗണിക്കണം? റസൂലിലൂടെ പരിഗണിക്കണം. അതന്നെ, അത് തന്നെ, അത്രേ ഉള്ളൂ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാര്യ നിനക്ക് 50 വയസ്സിൻ്റെ ഒരു മിഠായി വാങ്ങി തന്നാലും എനിക്കത് വലുതാണ്. 50 വയസ്സക്ക് 10 കിട്ടുന്ന മിഠായി വാങ്ങിയാലും ഒന്ന് എനിക്ക് തന്നു. അപ്പം അതിൻ്റെ മാത്തജ് പറയും, എന്തുകൊണ്ട്? അത് അവളിലൂടെയാണത് വന്നത്. ചിന്തിക്ക്. അതേ സമയത്ത് അതേ ഭാര്യൻ്റെ അളിയൻ ഒരു മുട്ടായി, ഒരു പോളോൻ്റെ മുട്ടായി 10 1 കിട്ടിയാൽ അപ്പോൾ വാങ്ങാൻ തന്നെ മടിയാവും ചെയ്യും. ഓളോട് പിന്നെ പറയും ചെയ്യും, അത്ര വലിയ കാര്യമായിട്ടും ഗൾഫിൽ നിന്ന് വന്നിട്ട് പോയി പോളോൻ്റെ മുട്ടായി അതാപ്പം എൻ്റെ എനിക്ക് കയ്യിൽ തന്നു. ഞാൻ പിന്നെ അന്നെ കരുതിയിട്ടാണ്. അപ്പോഴും അന്നെ കരുതി ഞാൻ എൻ്റെ ഓക്ക് കൊടുത്തടാന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അന്നെ മോശമാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത്. അവിടെ അന്നേന്ന് ഏതും ഖുർആൻ ആരിലൂടെ വരണം? ഖുർആൻ അള്ളാഹിൻ്റെ കലാമല്ല, അള്ളാഹിൻ്റെ കലാമാണെങ്കിലും നമുക്കത് തന്നത് മുഹമ്മദ് മുസ്തഫയാണ്. അപ്പം നമ്മൾ നബിയിലൂടെ വായിക്കണം. മനസ്സിലായില്ലേ? തന്നെ റമദാനല്ല പ്രത്യേകത, റബീഉൽ അവ്വലിനാണ്. റബീഉൽ അവ്വൽ പ്രസവിച്ചതാണ് എന്ത്? റമദാനിനെ. ഇപ്പം സുന്നിയായി. ഇതാണ് സുന്നിയത്ത്. അത്രേ ഉള്ളൂ. റബീഉൽ അവ്വലിന്റെ പ്രാധാന്യം. റബീഉൽ അവ്വലോ ജനങ്ങൾ മുഅ്മിനെയാക്കൂ, റമളാനോ മുഅ്മിനെയാക്കും, കാഫിറാക്കും. യുളില്ലു ബിഹി കസീറൻ. റബീഉൽ അവ്വൽ മുഅ്മിനെയാക്കുള്ളൂ. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഖുർആൻ മോശമല്ല, ഖുർആൻ വലിയ കലാമ. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് എന്ത് എന്ന് നബിയിലൂടെ മാത്രമേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെ നബിയാണ് ആശ്രയം. നല്ലൊരു അധ്യാപകനാണെങ്കിൽ അധ്യാപകന് പുസ്തകം കിട്ടേണ്ട ആവശ്യമില്ല, അയാൾക്ക് കണക്കുണ്ടാവും. എന്ത്? ഇന്നതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ സിലബസിൽ വരിക. അയാൾ പുസ്തകം മറ്റൊരു കുറച്ച് ആളുകൾ അധ്യാപകന്മാരും വിദ്യാർത്ഥികളും കൂടി സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉത്തരക്കും. ഇവിടെ വേറൊരു അദ്ദേഹത്തിന് നിപുണനാണ്, അദ്ദേഹം കൃത്യമായി ക്ലാസ് എടുക്കും, അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ ആയിരിക്കും കൃത്യമായി ചാപ്റ്ററിൻ്റെ റൂഹ് അതായിരിക്കും. പിന്നെ ഒന്ന് വായിച്ചാൽ മതിയാവും. മനസ്സിലായില്ലേ? ഇതന്നെ റസൂലുള്ള ഖുർആൻ ഇറങ്ങിയിട്ടാണ് നന്നായത്. ഖുർആൻ ഇറങ്ങിയിട്ട് നന്നാകാൻ എന്താ നബിക്കുണ്ടായത്? ഖുർആൻ ഇറങ്ങിയിട്ടാണോ നബി നന്നായത്? പറയങ്ങായി. ഖുർആൻ ഓതിയിട്ടാണോ നബി നന്നായത്? ഖുർആനൊക്കെ ഓതി നോക്കുമ്പോൾ നബിക്കനോട് തോന്നി ഞാൻ നന്നാട്ടെ. അതാണ് ഖുർആൻ ഇറങ്ങിയിട്ട് നന്നാകേണ്ട ഒരു കാര്യം നബിയിലില്ല. നബിയുടെ സ്വഭാവം ഖുർആനായി വന്നു. കാന ഖുലുഖുൽ ഖുർആൻ. നബിയുടെ സ്വഭാവം ഖുർആന. ഒരു മനുഷ്യൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുക ടീനേജ് പ്രായത്തിലാണ്. അന്തുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ആണുങ്ങളെപ്പോലെ ഇരിക്കുകയാണെങ്കിൽ ഖുർആൻ കിട്ടുന്നത് 40 ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടാവും. സ്വഭാവം രൂപീകരിക്കുക ടീനേജ് പ്രായത്തിലാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? 8 മുതൽ 18 വരെ മനുഷ്യൻ്റെ അതാണ് ടീനേജ് പ്രായം. അവിടെ വളഞ്ഞാൽ പിന്നെ നന്നാക്കാൻ കഴിയില്ല. എല്ലാ എന്താ പറയുക സൈക്കാട്രിസ്റ്റുകളും അംഗീകരിക്കുന്നതിൽ സത്യമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അടക്കം ഒരു മനുഷ്യൻ്റെ ടീനേജ് പ്രായം ശ്രദ്ധിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട പ്രായം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഖുർആൻ കിട്ടണത് എന്നാ? 40 വയസ്സറിഞ്ഞ മരായില്ലേ, മരായിട്ട് ബഡ്ഡിയോ? അള്ളാഹ് പഠിച്ചോനെ റബ്ബേ മമ്പറത്തെ തങ്ങളെ ഈ മനുഷ്യന്മാർക്കൊരു അന്തം കൊടുക്കണം പഠിച്ചോനെ. പറയും മനുഷ്യന്മാരെ, എൻ്റെ വല്യമ്മ പറയണ വാക്കാതൊക്കെ പറയും മനുഷ്യന്മാരെ. 40ാമത്തെ വയസ്സിലല്ലേ ഈ മനുഷ്യന് എന്ത് കിട്ടണത്? ഖുർആൻ കിട്ടണ. അന്നൊരു മനുഷ്യനെ ബഡ് ചെയ്യാൻ പറ്റുമോ? വളഞ്ഞു പോകുകയാണ്. പിന്നെ ഖുർആൻ 40ാമത്തെ വയസ്സിന് ബഡ് ചെയ്യോ? എടാ 7ാം കൊല്ലം പാലെടുക്കൽ തുടങ്ങും, പിന്നെ അങ്ങനെ ബഡ് ചെയ്യണം. മനസ്സിലായില്ല? ഒരു റബ്ബർ തൈ വെച്ചാൽ 7ാമത്തെ കൊല്ലം എന്ത് ചെയ്യും? പാലെടുക്കാൻ തുടങ്ങും. 40 വയസ്സാകുമ്പോൾ ഇങ്ങനെ അറുത്തിട്ടുണ്ടാവും. മാരം സ്ലോട്ടറിന് കൊടുത്തിട്ട് മുറിച്ചിട്ടുണ്ടാവും.
മനസ്സിലാണ്ടൊക്കെ പറഞ്ഞത്. 40 വയസ്സായിട്ട് എന്ത് ബഡ്ഡിങ്ങാ? ബഡ്ഡിങ് നേരത്തെ നടത്തണ്ടേ? ഈ ഖുർആൻ വരുന്ന ഈ മനുഷ്യനെ നന്നാക്കാനാണെങ്കിൽ ഖുർആൻ വരുന്നത് എപ്പോഴാ? പഠിച്ചു അല്ലാ റബ്ബേ, ഈ മനുഷ്യരൊക്കെ ഒരു അന്തം കൊടുക്കണം റബ്ബേ. പറയും ഈ മനുഷ്യനെ നന്നാക്കലാണ് ലക്ഷ്യമെങ്കിൽ ഖുർആൻ വരേണ്ടത് എപ്പോഴാ? ഇതേതായാലും ഓത്തിനും മദ്രസയ്ക്കും പോയിട്ടുമില്ല. ഓമന മുഹമ്മദിനെ ഓത്തിന് അയച്ചില്ല. അപ്പൊ അള്ളാഹു താല നേരത്തെ കാലത്ത് ഏതായാലും ഓത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ അള്ളാഹു താല എന്തയച്ചു? ഖുർആൻ. ഈ മനുഷ്യൻ നന്നായിക്കോട്ടെ. ഈ മനുഷ്യന് എന്തായി? മൂക്കിൽ പല്ലു മുളക്കാനുള്ള പ്രായമായിട്ടല്ല ചങ്ങായി ഖുർആൻ കിട്ടുന്നത്. അന്ന് ഈ മനുഷ്യന് എന്ത് നന്നാകാനാ? ഒരു പർവ്വതം അവിടുന്ന് മാറി എന്ന് കേട്ടാൽ വിശ്വസിച്ചോളി. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായി എന്ന് കേട്ടാൽ വിശ്വസിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവില്ല. സ്വഭാവമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു നിൽക്കും. അതൊക്കെ ശരിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞ അങ്ങനെ അസൽ സ്വഭാവം മാറില്ല. ഈ മനുഷ്യന്റെ സ്വഭാവത്തിൽ പിന്നെ എന്ത് വന്നു? ഖുർആൻ വന്നു. ഈ മനുഷ്യന്റെ സ്വഭാവം കുട്ടിക്കാലത്ത് തന്നെ രൂപീകരിക്കപ്പെട്ടില്ലേ? ഈ മനുഷ്യനിൽ എല്ലാം ഉണ്ടല്ലോ കുട്ടിക്കാലത്ത് തന്നെ. എന്നിട്ട് അതിനനുസരിച്ച് വന്ന കലാമാണ് എന്ത്? ഖുർആൻ. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചേഞ്ചാ ഖുർആൻ വരുത്തിയത്? ഈ മനുഷ്യന്റെ സ്വഭാവം പിന്നെ എന്തായി വന്നു? അള്ളാഹുവിന്റെ കലാമായി പുറത്തു വന്നു. മനസ്സിലായില്ലേ? ചിന്തിക്കില്ല. എന്താണ് ഖുർആൻ ഇറങ്ങി വന്നപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ഇത്രത്തോളം ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഈ മനുഷ്യനെ പിടിക്കട ചങ്ങായി. ആ മനുഷ്യനിൽ എന്തുണ്ട്? ഖുർആനും ഉണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് മനസ്സിലാക്കണം. സ്വഹാബികളെ കൂട്ടത്തിൽ അഅലം ബിൽ ഖുർആൻ സയ്യിദുന സിദ്ദീഖ് അല്ലല്ലോ. ഖുർആനിൽ ഏറ്റവും നിപുണനായ പണ്ഡിതൻ സിദ്ദീഖാണോ? അല്ല. അതിനേക്കാൾ മഷൂറായ എത്ര പണ്ഡിതന്മാർ? ഹത്താ ഇബ്നു അബ്ബാസ്. മനസ്സിലായില്ലേ? അഫ്സറുൽ ഖുർആനി സയ്യിദുന ഇബ്നു അബ്ബാസ്, സയ്യിദുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്. സയ്യിദുൽ മുഫസ്സിരീൻ സിദ്ദീഖുൽ അക്ബർ അല്ല, പക്ഷെ സയ്യിദുൽ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ ആണ്. എന്തുകൊണ്ട്? ഫനാഉം ബി മുഹമ്മദിൻ. മുഹമ്മദിൽ ഫനാ ആയിപ്പോയതാണ്. മനസ്സിലായില്ലേ? ഒരാൾ മനസ്സിലായില്ലേ കുട്ടികളെ? ലൈസ ഹാഫിളൻ ബിൽ ഖുർആൻ. ഖുർആൻ ഹാഫിള അല്ല. ആര്? സിദ്ദീഖുൽ അക്ബർ ഹാഫിള അല്ല. ഖുർആൻ ഹാഫിള അല്ല സിദ്ദീഖുൽ അക്ബർ. പക്ഷെ സയ്യിദുൽ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ ആണ്. അതിന്റെ മേലെ ഒരാളുമില്ല. എന്തുകൊണ്ട്? ഫനാ ആണ്. ആരിൽ? സൽഫനാ. അതെന്നെ ഈമാൻ. അവിടുന്ന് പോയ പേച്ച്. ഖുർആൻ അർത്ഥം പറയാൻ വെക്കാൻ പായല്ല വേണ്ടത്. ചിന്തിക്ക്. നല്ലതല്ലേ? നല്ലതാണ്. ഒക്കെ നല്ലത് തന്നെയാണ്. എന്താ നല്ലതല്ലാത്ത? എല്ലാം നല്ലതാണ്. എരിശ്ശേരി പുളിശ്ശേരി ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ചോറും ചാറുണ്ടാണ്. പപ്പടം വെച്ച് നല്ലതാണ്. എരിശ്ശേരി നല്ലതാണ്. കൊണ്ടാട്ടം മുളക് നല്ലതാണ്. പിന്നെന്താ? തുറമാങ്ങ. അങ്ങനെ സാധനമുണ്ട്. വയനാട്ടിലുണ്ട്. അവിടെ വയനാട്ടിൽ തുറമാങ്ങ. അത് നല്ലതാണ് അല്ലേ? പറയും മാഷ്. മാങ്ങ അതെ തൈരിലൊക്കെ ഇട്ടി തരുന്നത് തുറമാങ്ങ നല്ലതാണ്. കൊണ്ടാട്ടം മുളക് നല്ലതാണ്. പക്ഷെ എന്ത് വേണം? ചോറും ചാറും വേണം. ചോറില്ലെങ്കിൽ അതിനൊന്നുമില്ല. അവിടെ ചോറ് മുഹമ്മദ് മുസ്തഫയാണ്. മറ്റൊക്കെ എരിശ്ശേരി പുളിശ്ശേരിയാണ്. ജോലി ബിസ്മി വരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിസ്കരിക്കണമെങ്കിൽ ബിസ്മി പഠിച്ചോ. അത്രയാണ്. മുഹമ്മദിനെ ഷുർബിയ മുഅ്മിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ വലിയ ഒരാളും ഇല്ല. ഉണ്ടായിട്ടില്ല. ഇല്ലെന്നെ. അതെന്താണ്? അതെനിക്കറിയില്ല. പണ്ടറിഞ്ഞിരുന്നു. റസൂലുള്ളാഹിനെ പറ്റി എനിക്ക് പണ്ടറിഞ്ഞിരുന്നു. ഇപ്പം അറിയില്ല. പണ്ടറിഞ്ഞിരുന്നു. പണ്ട് അള്ളാഹു റസൂൽ ആ പറ്റി എനിക്ക് കുറച്ചറിഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് റസൂലുള്ളാഹി ആരാന്നറിയേയില്ല. ഹക്ക ഞാൻ പറയും, കളവ് പറയല്ല. എനിക്ക് റസൂലുള്ളാഹിനെ പറ്റി ഒരു പിടുത്തം കിട്ടുന്നില്ല. എൻ്റെ മുത്തഹയ്യിറാണ്. എന്താണ് ആരാണ് ഈ റസൂലുള്ളാഹി എന്നറിയില്ല. സൃഷ്ടിയല്ലേ? സൃഷ്ടിയാണ്. പക്ഷെ എന്താണിത് അറിയാൻ മനസ്സിലാവുന്നില്ല. എന്താ തിരിയില്ല. കുല്ലു മൻ ഫിൽ കൗനി ഹാമു ഫീക യാ ബഹിൽ ജബീനു. നിങ്ങളെപ്പറ്റി പഠിക്കാൻ പോയവരൊക്കെ ആകെ അവരൊക്കെ പരിഭ്രമിച്ചു. തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. ഈ പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ ആ നബിയുടെ വസ്ഫിനെ തേടിപ്പോയവരെല്ലാം തഹയ്യറായി പരിഭ്രമിച്ചു. ധാരാന്ന് തിരിയണില്ല.
അവൻ തിരിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആരാൻ തിരിയില്ല, ആരാൻ തിരിയില്ല. لو ناسبت قدره آياته عظاما أحيا اسمه حين يدعى دارس الإمام لم يمتحنا بما تعي العقول به إرسا علينا فلم نرتب ولم نهم. الله അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസാത്തിന്റെ ഖദർ നബിക്കനുസരിച്ചുള്ള മുഅ്ജിസാത്ത് ആയിരുന്നുവെങ്കിൽ അഹ്യസ്മുഹു യഹീന യുദ്ആ മുഹമ്മദ് എന്നൊരു പള്ളിപ്പറമ്പിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ പറയാൻ പറ്റൂല. അഹ്യാ, ആ ഇസ്മു ജീവിപ്പിച്ചു ലോകാവസാനം വരെ. ദ്രവിച്ചു പോയ എല്ലുകളെ പോലും മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബി വേണ്ടി വന്നു. എന്നാൽ അല്ലാഹു റസൂലുള്ളാഹിക്ക് കൊടുത്ത മുഅ്ജിസത്തെങ്ങാനും ശരിക്കും ഭൂമിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ് പള്ളിപ്പറമ്പും കൊണ്ട് പോകാൻ പറ്റില്ല. ആളുകൾ എണീറ്റ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഓലെ കുഴിച്ചിടാൻ വേറെ പണിക്കോക്കേണ്ടി വരും. നമ്മളാ സ്പീഡിൽ രാവിലെ ഓഫീസിൽ പോകുമ്പോഴാണ് എന്ത് മുഹമ്മദ് എന്ന് പള്ളിപ്പറമ്പ് എന്ന് പറയുന്നത്. ഒറ്റ അത് ബുർദല്ലേ, ബുർദ സുന്നികൾക്ക് പ്രമാണാണടാ. കാരണം കോടി ഉലമാക്കളായ മഹാന്മാരായ കുബാര്യങ്ങളായ ഉലമാക്കൾ ഓതി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഗ്രന്ഥമാണ് എന്റെ ബുർദ. 800 കൊല്ലായി. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അത് പ്രമാണ. നമുക്ക് ബുർദ പ്രമാണമാണ്. ബുർദ വാക്ക് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ അവർ തിരുത്തും. ഒരാൾ പേടിക്കാത്തവരവര്. മനസ്സിലായില്ലേ? അഹ്യസ്മുഹു, ആ മനുഷ്യന്റെ പേര് പോലും ജീവിപ്പിക്കും. എന്തിന്? മരിച്ചോലല്ലെങ്ങായി ദ്രവിച്ചു പോയ എല്ലുകളെ ഖബറിൽ ദ്രവിച്ച് കിടക്കണവര് പോലും മുഹമ്മദ് എന്ന് കേട്ടാൽ അപ്പൊ എണീറ്റിട്ട് എന്തു പറയും? സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ നാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമൻ, മഹത്വത്തിൽ അവിടുത്തെ മുഅ്ജിസത്ത് അവിടത്തേക്ക് കൊടുത്ത ഖദർ അനുസരിച്ച് വരികയാണെങ്കിൽ അഹ്യസ്മുഹു, ആ പേര് പോലും ജീവിപ്പിക്കും. എന്തിനെ? ഇന്ന് മുഹമ്മദ് മുസ്തഫ ഉണ്ടാണ്ടി വരില്ല. മുഹമ്മദ് എന്ന് പേരിട്ട മരിച്ചിരിക്കും. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചില്ല. നമ്മുടെ അഖലുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിച്ചിട്ടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. നോക്ക് ويكفيه مدحا ذاته وصفاته محمد فعل الحمد من حمد أحمد. മുഹമ്മദ് എന്ന ഫിഅലുൽ ഹംദി, ഹംദിന്റെ ഒരു കർമ്മമാണ്. മാലോകർ കൊടുക്കേണ്ട കർമ്മമാണ് മുഹമ്മദ്. അതെന്തിനാൽ വന്നു? മിൻ ഹംദി അഹ്മദി, അഹ്മദി എന്ന ആൾ അള്ളാഹുവിനെ ഹംദ് ചെയ്തതിനാൽ അള്ളാഹു തആല ലോകർക്ക് നിശ്ചയിച്ച കർമ്മമാണ് എന്ത്? മുഹമ്മദിയത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വആലി സിദ്ഖി അലാ സിഫാ സ്വലാത്തി കദാ മൻ ബറാഹു ശൗഖ് നഹ്വാ മുഹമ്മദി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അലൈഹി, ആ നബിയുടെ മേലും ഉണ്ടാകട്ടെ. വആലി സിദ്ഖി, സത്യത്തിന്റെ കുടുംബത്തിന്റെ മേലുണ്ടാകട്ടെ. അലാ സ്വലാത്തിഹി, അള്ളാഹുവിന്റെ ഏറ്റവും മേലെയായ സ്വലാത്ത്. കദാ, ഒരാൾക്കും അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ. ബറാഹു, അയാളെ രോഗിയാക്കി. അശൗഖു, പ്രേമം. ആരുടെ നേർക്കുള്ള? നഹ്വ മുഹമ്മദിൻ, മുഹമ്മദിന്റെ നേർക്കുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേമം അയാളെ രോഗിയാക്കിയാൽ അയാൾക്കും അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആ രോഗികളെ കൂട്ടത്തിൽ, ആ പ്രേമരോഗികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ചേർത്ത് തരട്ടെ. ആമീൻ. പിന്നെ ചൊല്ലിയത് വയക്ഫീഹി ആലി സിദ്ഖി അലാ സ്വലാത്തിഹി കറാമൻ ബറാഹു ശൗഖു നഹ്വാ മുഹമ്മദി. കരാ, ഇപ്രകാരം ഒരാൾക്കും അള്ളാഹുവിന്റെ അലാ സ്വലാത്ത് ഉണ്ടാകട്ടെ. ബറാഹു, അയാളെ രോഗിയാക്കി. അശൗഖു, പ്രേമം. ആരുടെ നേർക്കുള്ള പ്രേമം? നഹ്വ മുഹമ്മദിൻ, മുഹമ്മദിന്റെ നേർക്കുള്ള പ്രേമം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെയും പ്രേമിയാക്കിയെങ്കിൽ അയാൾക്കും അല്ലാഹുവിന്റെ അലാ സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ. ആ വരിയിലുള്ളതെങ്കിലും ഒന്ന് ചൊല്ലി.
معتدينا وطالما أحدد أذهانا لإدراك مقصدي وفرقت جمعا للباطل جامعا لأشتات أشواق بقلب معبد بحب رسول الله طه محمد حبيب إله العالمين الممجد حبيب خليل تم معنى وصورة ووصفا ولاة خير مأوى ومصدي تكامل فيه الحسن غيبا ومشهدا فليس كطه المصطفى عند مشهدي وأثنى عليه ربنا بكلامه فأعيا بليغ دونه يد مسندي ويكفيه مدحا ذاته وصفاته അവിടുത്തെ തടി തന്നെ മദ്ഹാൻ എല്ലാം محمد فعل الحمد من حمد أحمد عليه وآل الصدق أعلى صلاته كراما براه الشوق نحو محمد بسم الله الرحمن الرحيم الحمد لله رب العالمين അല്ലാഹുവേ സയ്യിദുൽ മുഅ്മിനീനായ സയ്യിദുന സിദ്ദീഖിനെ പോലും ഞങ്ങൾ പറഞ്ഞൊരു മജ്ലിസാണിത്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുഅ്മിനാണല്ലോ സയ്യിദുന സിദ്ദീഖ്. അവിടുന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഫനാ ആയതുകൊണ്ടല്ലേ റബ്ബേ നിനക്കായിട്ട് നീ ഞങ്ങളെ നന്നാക്കി തരണമേ റബ്ബേ. അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് നന്നാവുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഇതാണ് സത്യം 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 സത്യം. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇന്ന് ഈ പറഞ്ഞത് മുഴുവൻ സത്യം. തിരിയുന്നവന് തിരിയും, തിരിയാത്തവന് തിരിയൂല. തിരിയുന്നവന് തിരിയും. ആരാണ് എന്താണെന്ന് അല്ലാഹുവേ ഈ പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ഇബ്ലീസ് മുസ്തഫ നബിയെ പ്രസവിക്കപ്പെട്ടപ്പോൾ കരഞ്ഞതും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. മുസ്തഫ നബിയുടെ ജന്മമാസവും വരുമ്പോഴത്തിന് ദേഷ്യപ്പെടുന്ന ദുഃഖിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടു പോകരുതേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന മോമിനീങ്ങളിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അല്ലാഹ് സുന്നികൾക്കൊക്കെ ഏറ്റവും വലിയ മാസം റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ അസ്ലാണ്. ആ അസ്ല കയറിക്കഴിഞ്ഞാൽ അതിന് മഗ്ഫിറത്തൊന്നുമില്ല. റമളാനിന് മഗ്ഫിറത്തുണ്ട്, റബീഉൽ അവ്വലിൽ മഗ്ഫിറത്തില്ല. റബീഉൽ അവ്വലിൽ നീ റസൂലുള്ളാഹിലേക്ക് തിരിയലാണ് എൻ്റെ മഗ്ഫിറത്ത്. നീ വേറൊന്നുമില്ല. അതിന് പ്രസവിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ.